മരുതുമല താണ്ടി ഇറങ്ങി ഭൂതത്താൻ കുന്നും ചുറ്റി നാടാകെ ചുറ്റി നടക്കും തെക്കൻ കാറ്റേ. നാടാകെ ചുറ്റി വരുമ്പോ കോലത്ത് നാട്ടിൽ ചെന്ന് തിരകണ്ടോ മാക്കത്തോറ്റം കേട്ടോ. ഉണ്ണിയില്ലാത്ത അമ്മമാർക്ക് സന്താന ഭാഗ്യം നൽകി തുള്ളിയുറയുന്നു മാക്കത്തെയ്യം. കടങ്ങോട് വീടിന്റെ നിലവിളക്ക് അവൾ 12 പേർക്ക് കുഞ്ഞിപ്പെങ്ങൾ. മുക്കൻ കുറ്റിലെ കുട്ടിനമ്പർ കുടമുറി ചെയ്തു മാക്കത്തിനെ. ചാത്തും ചീരും 2 മക്കൾ അവരാമോദമോടെ കഴിഞ്ഞു വന്നു. 12 കുറുപ്പന്മാർ വേലി ചെയ്തു 12 മംഗമാരെത്തിവിടെ. ഏട്ടന്മാർ കോമനയ മാക്കത്തെ കണ്ടപ്പോൾ ഉള്ളിൽ വെറുപ്പ് നിറഞ്ഞവർക്ക് അസൂയതൻ വിഷം മനസ്സിൽ നിറച്ചുകൊണ്ട് മാക്കത്തിനെതിരെ പടയൊരുക്കി. ഒരു നാൾ ദൂരത്തൊരു ദേശത്ത് പട നയിക്കാൻ പോയി കുറുപ്പന്മാർ. തക്കം നോക്കിയിരുന്നൊരു നാത്തൂന്മാർ ചതിയുടെ ചതുരംഗ കളമൊരുക്കി. എണ്ണയുമായെത്തി വാണിയനൊരു നാൾ കടങ്ങോട് വീടിന്റെ ഉമ്മറത്ത്. വാണിയനെ കണ്ടപ്പോൾ അകത്തളക്കോലായി ഒളിച്ചിരുന്നു നാത്തൂന്മാർ. എണ്ണയകത്ത് നീട്ടിവെച്ച് വാണിയൻ മെല്ലെ തിരിഞ്ഞ നേരം ഓടിയടുത്തു നാത്തൂന്മാർ അപവാദങ്ങൾ വിളിച്ചു ചൊല്ലി. വാണിയനൊത്തു ശയിച്ചവളെ, കുലത്തിന്റെ മാന മുടിച്ചവളെ. പൊട്ടിക്കരഞ്ഞു പറഞ്ഞു മാക്കം, ഒരു വാക്കു ചൊല്ലല്ലേ നാത്തൂന്മാരെ, എന്നിൽ അപരാധം ചൊരിയല്ലേ നാത്തൂന്മാരെ. പട കഴിഞ്ഞെത്തിയ കുറുപ്പന്മാരോട് ഏഷണി കൂട്ടി നാത്തൂന്മാര്. പെൺവാക്ക് കേട്ടങ്ങ് വിശ്വസിച്ചു അവർ മാക്കത്തിനെ കൊല്ലാൻ കെണിയൊരുക്കി. കോട്ടയം വിളക്കു കാണാൻ ഏറെ നീ മോഹിച്ചതല്ലേ പെണ്ണേ. വിളക്കു കണ്ട് തൊഴുതു വരാ നീ ഞങ്ങളോടൊപ്പം പോരു പെണ്ണേ. ചതിയറിയാതെ മക്കളും ഒരുമിച്ചു ആങ്ങളമാരൊത്തു യാത്രയായി. ഉച്ചനേരത്ത് അച്ഛൻകര പള്ളിയിലെ ആഴക്കിണറ്റിനരികിലെത്തി. പകൽ നക്ഷത്രം ഉദിച്ചതു കാണാൻ ആഴക്കിണറ്റിൽ നോക്കുമെന്നേ. ശങ്കയേതുമില്ലാതെ നോക്കിയ മാക്കത്തെ കരവാളുകൊണ്ടവർ ആഞ്ഞുവെട്ടി. അലറിക്കരഞ്ഞൊരാ കുഞ്ഞുങ്ങളെയും അരിഞ്ഞു തള്ളിയ കാപാലികർ. ആ വഴി വന്നൊരു മാവിലാനും ആ ദുരന്തത്തിനു സാക്ഷിയായി അവനെയും കൊന്ന് കിണറ്റിലിട്ടു. പാതിരയായി ഉഗ്രശബ്ദത്തോടെ ഉയർന്നു വന്നു മാക്കത്തിനാത്മാവ്. അലറി വിളിച്ചു സംഹാരമൂർത്തിയായി 1000 പന്ത ജ്വാലയായി മുച്ചൂട് മുടിച്ചവൾ തറവാട്. പ്രായശ്ചിത്തമായി പരിഹാരമായി എത്തിയാടുന്നു മാക്കത്തെയ്യം. ഇന്നു